വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കീസ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മുട്ടയുടെ വെള്ളം മാത്രമാണ് എടുക്കുന്നത്. ഒരു 4 മുട്ടയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ മഞ്ഞ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, വെള്ളം മാത്രമായിട്ട് മാറ്റി ഒന്നെടുക്കാം. ഈ ഒരു കുക്കീസ് ശരിയാക്കുമ്പം മഞ്ഞ എടുക്കുവാണെങ്കിൽ നല്ല മുട്ടയുടെ സ്മെല്ല് വരും കേട്ടോ. അതിനുവേണ്ടിയാണ് വെള്ളം മാത്രം എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മണത്തിന് വേണ്ടി ഏലക്കാപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയാണ് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ അഡീഷണലായിട്ട് പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മുട്ടയുടെ വെള്ളയിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസ് ആവേണ്ട ആവശ്യമില്ല, എന്നാൽ ഒരുപാട് തിക്കും ആയിരിക്കരുത്. ഇതിൻ്റെ ഒരു പരുവെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഉരുള പിടിക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോകരുത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ ഉരുള പിടിക്കാൻ പറ്റണം. അപ്പം ഞാനിവിടെ ബോൾ ഷേപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ. പിന്നെ ഇത് വെന്ത് പോവണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഒരു മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു കുക്കീസ് ഞാൻ ഓവനിലാണ് ശരിയാക്കി എടുക്കുന്നത്. പാനിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം പാൻ ചൂടാക്കി പിന്നെ ഒരു പാത്രത്തിൽ വെച്ചെടുത്ത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 150 ഡിഗ്രിയിൽ 25 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കുക്കീസ് കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കാം കേട്ടോ. പിന്നെ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ എല്ലയുണ്ടല്ലോ, അത് വെച്ച് വേണമെങ്കിലും കുക്കീസോ കേക്കെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ആ മണം പോകുന്നതിന് വേണ്ടി വാനില എസൻസും പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കീസോ അല്ലെങ്കിൽ കേക്കോ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കസ്റ്റേർഡ് പൗഡറും കുറച്ച് മൈദയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ കുക്കീസ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഒന്നും ലൂസാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ചെയ്തത് ഒരു കേക്ക് പോലെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കുക്കീസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ലൂസാക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ട്രേയിൽ നിരത്തി വെച്ചതുപോലെ കുക്കീസ് ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.